നല്ല ഗോതമ്പ് ആഹാരം കഴിക്കുന്നവർക്കും അറിയാം. വീണ തൈക്കണ്ടി മാസാമാസം 5 ലക്ഷം രൂപ കരിമണൽ കർത്താവിന്റെ കൈപ്പറ്റി. കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ല. അതിന് ഈ 3 ഫോറസ്റ്റുകാർ പോരാ. കേന്ദ്രം വരും, അല്ലെങ്കിൽ വരുത്തും. എല്ലാവർക്കും അറിയാം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് വെച്ച് സുവർണ ക്ഷേത്രമാണ്. ഏരിയ സെക്രട്ടറി എന്തിനാണ് അവന്റെ തലയിൽ തൊപ്പി വെച്ച് കൊടുത്ത അയാൾക്ക് 1 ഡസൻ കരിവള മേടിച്ചു കൊടുക്കണം കയ്യിലിട്ട് കിലുക്കാനായിട്ട്. അല്ലാതെ ഇയാളെ ഈ പണിക്ക് പറ്റൂല. പുള്ളി വേറെ വല്ല ഏർപ്പാടിന് പോട്ടെ. പോലീസ് ഉദ്യോഗസ്ഥ നീ ചെയ്തത് കുറച്ച് ഓവറായി പോയെങ്കിലും നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ കേസ് എടുക്കുന്നില്ല. പക്ഷേ ഒരു ശിക്ഷ ഉണ്ട്. IPS കാരനാണ്. അവന് IPS കൊടുത്താരാ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആദ്യം പിരിച്ചു കൊണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല. ഇതെന്താ സുവർണ ക്ഷേത്രമല്ലേ? ഇയാളെ ബിന്ദ്രംപാലയാണോ ലോങ്കേവാളാണോ? ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ സന്തോഷിച്ച ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്. നേരത്തെ മന്ത്രിയാണ്. നേരത്തെ സർക്കാരിന്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ആഭ്യന്തരമന്ത്രിയുടെ എന്താ കാര്യമുള്ളത്? അദ്ദേഹം കർശനമായ നിർദ്ദേശം കൊടുക്കട്ടെ. അവരോ കഴിഞ്ഞിട്ട് പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി എനിക്ക് അസംതൃപ്തിയുണ്ട്, ഇങ്ങനെ താങ്കൾ ചെയ്തത് ശരിയായില്ല, കുറച്ചുകൂടി ഊർജിതമായിട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് പറയാനാണോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. മൂത്രശങ്കയുള്ള ആളുകൾ പോലീസിലുണ്ട്, മൂത്രാശയ രോഗമുള്ളവരുമുണ്ട്, മാർക്സിസ്റ്റുകാരെ കാണുമ്പോൾ മൂത്രം പോകുന്നവരുമുണ്ട്. പക്ഷേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അങ്ങനെ ഞെട്ടേണ്ട ആവശ്യമില്ല. ആഭ്യന്തരമന്ത്രിക്ക് ഭേദം ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു? അദ്ദേഹത്തിന് ആവശ്യമില്ലല്ലോ. ഇത് സഹിച്ച് സഹി കേട്ടിട്ടാണല്ലോ ജനങ്ങൾ ഇവരെ ജയിപ്പിച്ചത്. അല്ലാണ്ട് ഇവരുടെ VD സതീശന്റെയോ രമേശ് ചെന്നിത്തലയുടെ മുഖസൗന്ദര്യം കണ്ടിട്ടല്ലോ നമ്മൾ വോട്ട് ചെയ്തത്. അല്ല, ആളുകൾ വോട്ട് ചെയ്ത് ഈ ദുർഭരണം അവസാനിക്കാൻ വേണ്ടി. ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് CM എന്തെങ്കിലും പ്രതികരണം? CM ഒരുപാട് തവണ ചോദ്യം ചോദിച്ചിട്ട് CM അതിലൊരു മറുപടി പറഞ്ഞു.